മോഹൻലാലിൻ്റെ വിവാദപരമായ സിനിമ എമ്പുരാന് ശേഷം മറ്റൊരു സിനിമ തുടരും നാളെ റിലീസ് ചെയ്യാണ്. വിവാദങ്ങളില്ലാതെ അധികം പബ്ലിസിറ്റി ഇല്ലാതെ നാളെ റിലീസ് ചെയ്യുന്ന സിനിമാ രംഗത്ത് വിവാദമായി തീരാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാന് മുമ്പേ വരുമെന്ന് കരുതിയതാണ് തുടരും ഒരു അമിത പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകിയത്. അതിനൊരു കാരണം മോഹൻലാലിൻ്റെ അടി ഇടി ബഹളം പോക്കം സൂട്ട് കേട്ട് ഒന്നുമില്ലാത്ത ഒരു സാധാരണ വേഷത്തിലുള്ള സിനിമ. മറ്റൊന്ന്, വർഷങ്ങൾക്ക് ശേഷം 19 സിനിമയിൽ നായികയായി അഭിനയിച്ച തൻ്റെ ഇഷ്ട നായികയാണെന്ന് പരസ്യമായി പറഞ്ഞ ശോഭനയാണ് മോഹൻലാലിനോടൊപ്പം എത്തുന്നത്. നിർമ്മാതാവാകട്ടെ നല്ല സീരിയലുകൾ, കുറേ നല്ല സിനിമകൾ നിർമ്മിച്ച ചിപ്പി രഞ്ജിത്ത്. മറ്റൊന്ന്, ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് സൗദി വെള്ളയ്ക്ക, ഓപ്പറേഷൻ ജാവ തുടങ്ങിയ സിനിമകൾ ചെയ്ത് നല്ല സംവിധായകന് പേരെടുത്ത തരുൺ മൂർത്തിയാണ്. പിന്നെ ഇതിൽ കുറച്ച് കഥാപാത്രങ്ങൾ: മണിയമ്പിള്ള രാജു, കുതിരാട്ടും പപ്പുവിൻ്റെ മകൻ, ഫഹദ് ഫാസിലിൻ്റെ രണ്ടാമത്തെ മകൻ, ഇങ്ങനെ കുറച്ച് പേര് ഉള്ളൊരു ടീമാണിത്. അപ്പോൾ ഈ സിനിമ സന്തോഷപൂർവ്വം ആൾക്കാർ കാത്തിരിക്കുന്നത് നമുക്ക് പഴയ മോഹൻലാലിനെ കാണാൻ പറ്റുമല്ലോ. ആ മുണ്ടും ഷർട്ടൊക്കെ ധരിച്ച് ബഹളങ്ങളില്ലാതെ ശോഭൻ്റെ ഒരു നാടൻ കഥാപാത്രമായി, അതും ബഹളങ്ങളില്ലാതെ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അത് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ അവർ ഒരുങ്ങുകയാണ്. ഒരു ടാക്സി ഡ്രൈവറാണ് മോഹൻലാൽ. ഷൺമുഖൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ചോദിക്കും, ടാക്സി ഡ്രൈവറായിട്ട് മോഹൻലാൽ മുമ്പ് അഭിനയിച്ചിട്ടില്ലേ എന്ന്. അതൊരു കന്നഡ സിനിമയിലാണ്. കന്നഡ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൽ വ്യത്യസ്തമായൊരു ടാക്സി ഡ്രൈവറുടെ ജീവിതം, ആ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭനയുടെ കഥ ലളിത, അങ്ങനെ സുഖകരമായി പോകുന്നൊരു ഫാമിലിയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കുന്നെന്താ ഇതിപ്പോൾ നീ കഥ പറയണ്ട, കാരണം ഈ കഥ പറഞ്ഞു പോകുന്നത് എവിടെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ജോർജ് കുട്ടിയിലേക്കാണോ പോകുന്നത് എന്ന് ചോദിക്കും. ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിൻ്റെ മുകളിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം എല്ലാ സിനിമകളും കാണേണ്ടതാണ്. ഒരു സിനിമയ്ക്കും പ്രത്യേകമായിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ ബൈബിളും രാമായണവും ഭാഗവതവും എല്ലാം വായിക്കുമ്പോൾ അത് വിട്ട് എന്ത് സിനിമ, എന്ത് കഥാപാത്രം ലോക സാഹിത്യത്തിലും സിനിമയിലും ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോ സിനിമ എടുത്ത് നോക്കും, ശരിയാണല്ലോ, ഇത് അതിലുള്ളതാണല്ലോ, അതിൽ നിന്നൊരു പോർഷനാണല്ലോ. അപ്പോൾ എങ്ങനെ ചിത്രീകരിക്കുന്നു, വ്യത്യസ്തമായി ചിത്രീകരിക്കുന്നിടത്താണ് ഒരു സിനിമയുടെ വിജയം. ഇപ്പോൾ തരുൺ മൂർത്തി എന്ന പേര് ഇപ്പോൾ ആരോഗ്യം പറയണ്ട. കാരണം എമ്പുരാൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ തുടരും റിലീസ് ചെയ്യാൻ പോകുന്നു. പക്ഷേ പെട്ടെന്ന് അത് റിലീസ് ചെയ്യാതിരിക്കാൻ ഒരു കാരണമുണ്ടായി. OTT റിലീസ് വിചാരിച്ച പ്രതിഫലം അതിന് കിട്ടിയില്ല. അതുകൊണ്ട് അതിൻ്റെ തിയേറ്റർ പെർഫോമൻസ് നടന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കേട്ടത് എന്താ, എമ്പുരാൻ പറഞ്ഞ തീയതിക്ക് റിലീസ് ചെയ്യില്ല, അതിൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ പിന്മാറി. അപ്പം ആ ഗ്യാപ്പിൽ തുടരും വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പറഞ്ഞ സമയത്ത് തന്നെ ഗോപാലൻ എന്നുള്ള പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ഇത് ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ സമയത്ത് തന്നെ ആ പടം റിലീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ വീണ്ടും തുടരും നാളേക്ക് മാറ്റിക്കുന്നു. നാളെ ഈ സിനിമ എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്യാണ്. അപ്പോൾ തിയേറ്ററിൻ്റെ അവസ്ഥ എന്താണത്? ഒരു വലിയ പബ്ലിസിറ്റി ഇല്ലാതെ പോയ ഈ സിനിമയുടെ ഗതി. അപ്പോൾ മണിക്കൂറിൽ 10,000-ലധികം പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ മോശമൊന്നുമല്ല. അപ്പോൾ പടം കാണാൻ ഇത് പ്രത്യേകിച്ച് ഫാമിലിക്കുള്ള സിനിമയാണെന്ന് പറഞ്ഞത്. എന്നാൽ വെറും ഒരു ഫാമിലി സിനിമയാണോ? വെറും ഒരു ഫാമിലി സിനിമയല്ല. ഈ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സസ്പെൻസ് ഉണ്ട്. നമ്മൾ പ്രേക്ഷകരെ, അതായത് നമ്മൾ സിനിമ കാണുമ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ മുൻകൂട്ടി പറയാൻ പറ്റും. ഞാൻ അറിഞ്ഞിടത്തോളം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ട്രീറ്റ്മെൻറ്റാണ് തുടരും എന്ന സിനിമയിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാകുമ്പോഴെന്താ, ആൾക്കാർ 1-2 പ്രാവശ്യം ഈ സിനിമ കാണും. കാരണം പ്രതീക്ഷകൾക്കൊത്ത് കഥ പോവുകയാണെങ്കിൽ പിന്നെ ആ കഥ നമുക്കറിയാം. ഇതങ്ങനെയല്ല, നിറയെ ട്വിസ്റ്റുകളുണ്ട്. എന്നാലോ സാധാരണ കുടുംബകഥ എന്നാണ് പറയുന്നത്.
അതാണ് ആ സിനിമയുടെ പ്രത്യേകത. പിന്നെ ലാലിന് ഈ സിനിമയിൽ അമിതമായ പ്രതീക്ഷ തന്നെ ലാലിനുണ്ട്. കാരണം ശോഭനയാണ് നായിക. അവരുടെ ഒരു കോമ്പിനേഷൻ, അവരുടെ സിനിമകളിൽ അവർ 55 സിനിമകളിൽ നായകനും നായികയായിട്ട് അഭിനയിച്ചപ്പോൾ അതിൽ 95% സിനിമകളും ഹിറ്റായിരുന്നു. ആലോചിക്കണം, ഒരു ഭാഗ്യ ജോഡിതാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കൂടെ നിരവധി നായികമാർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തനിക്ക് പ്രിയങ്കരിയായ നായിക ശോഭനയാണ് എന്ന് തുറന്നു പറയാൻ മോഹൻലാലിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രത്യേകതകൾ വെച്ചുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ വരാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴെന്താ, എമ്പുരാൻ ആയിരിക്കുമോ ഇത്? എമ്പുരാൻ്റെ ബഹളങ്ങൾ കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ മനസ്സിൽ എമ്പുരാനുണ്ടെങ്കിൽ അതിപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കുക. അത് മാറ്റി വെച്ചുകൊണ്ട് നിർമ്മലമായൊരു മനസ്സോടെ, നിർമ്മലമായ കണ്ണുകളോടെ വേണം ഈ തുടരും എന്നുള്ള സിനിമ കാണാൻ പോകാൻ. അങ്ങനെ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സിനിമ ആസ്വദിക്കാനും മറ്റുള്ളവരുടെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇത് കൊള്ളാവുന്ന സിനിമയാണ്, നമുക്ക് നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്ന് പറയാൻ തോന്നാവുന്ന രീതിയിൽ ഈ സിനിമ ഉണ്ടാക്കുന്നത്. പിന്നെ പറഞ്ഞു കേൾക്കുന്നത് എന്താ, നമ്മൾ തിയേറ്ററിലൊക്കെ സാധാരണ മോഹൻലാലിൻ്റെ സിനിമ വരാൻ പോകുന്നു എന്നിപ്പോൾ കുറേ ലിറ്റർ കണക്കിന് പാല് വാങ്ങിച്ചേക്കും. എന്തിനാ? മോഹൻലാലിൻ്റെ ഫോട്ടോസ് പാലഭിഷേകം ചെയ്യാൻ. പിന്നെ കുറേ പൂക്കടകൾ. ഈ പൂക്കടകളിലൊന്നും മോഹൻലാലിൻ്റെ പടം റിലീസ് ചെയ്യുന്ന അവസരത്തിൽ ഈ കേരളത്തിലെ തിയേറ്ററിനടുത്തുള്ള പല തിയേറ്ററുകളിലും പൂക്കടകളൊക്കെ കാര്യമായിരിക്കും. ആ പൂകളൊക്കെ ഇവർ വലിയ തുക കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ പാലഭിഷേകം നടത്തുന്നതോടൊപ്പം തന്നെ ഈ പുഷ്പാർച്ചന പൂക്കൾ കൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ കൊട്ടും ചാട്ടും ബഹളവും അത് പാതിരാത്രി മുതൽ തുടങ്ങും ശരിക്കും. പക്ഷെ ഇത്തവണ അങ്ങനത്തെ ഒരു പബ്ലിസിറ്റിയും ഇല്ല. ഈ സിനിമ വെളുപ്പിനെ തുടങ്ങുമോ, വെളുപ്പിനെ തലേദിവസം മുതൽ പ്രേക്ഷകർ വന്നു നിൽക്കുമോ, ഫാൻസുകാർ വന്നു നിൽക്കുമോ, അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മുൻകൂട്ടി ഒന്നും പറയുന്നില്ല. ഒരു പക്ഷേ അണിയറയിൽ വളരെ രഹസ്യമായിട്ട് എല്ലാം വെച്ചിരിക്കാം. കാരണം ഇനിയെല്ലാം മോഹൻലാലിൻ്റെ സിനിമകൾ പലതും അമിതമായ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. മമ്മൂട്ടിയുടെ ചില മിക്ക സിനിമകളും ചെയ്യുന്ന പോലെ പരസ്യമില്ലാതെ, അതായത് ഈ പതുക്കെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഇനി പതുക്കെ നടന്ന് ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമ, പ്രേക്ഷകർ, അതിൻ്റെ സാമ്പത്തികം, അങ്ങനെയൊക്കെയാണ് മമ്മൂട്ടി സിനിമയെക്കുറിച്ച് പറയാതെ. അതുപോലെ തന്നെ ഒന്നും പറയാതെ, ഒരു മുൻവിധിയുമില്ലാതെ, അതേ സ്ഥാനത്ത് പ്രേക്ഷകർക്ക് യാതൊരുവിധ നിരാശയ്ക്കും ഇടം നൽകാതെ ഈ തുടരും കാണാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നുള്ള അവകാശവാദം. വേറൊരു കാര്യം കൂടി അവർ പറയാതെ പറഞ്ഞിട്ടുണ്ട്. തുടരും എന്നുള്ള പേരിടുമ്പോൾ തന്നെ ഈ തുടരും എന്ന് പേരിടാൻ കാരണം ഈ സിനിമയ്ക്ക് ഒരു തുടർച്ചയുണ്ട്. അത് വ്യംഗ്യം തരെയാണ് അവർ പറഞ്ഞിരിക്കുകയാണ് ടൈറ്റിൽ തുടരുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സിനിമ ഒന്നാം ഭാഗത്തിൽ ഒതുങ്ങാവുന്നതല്ല. അവിടെയാണ് നമ്മൾ ഈ സൈലൻ്റായി വന്നുകൊണ്ട് ഒരു സിനിമയാണ് ദൃശ്യം, അല്ലേ? സിനിമ സൈലൻ്റ്, ഒരു പബ്ലിസിറ്റി ഉണ്ടായില്ല. പക്ഷെ അത് കയറി കൊളുത്തിയില്ലേ? അത് കയറി കൊളുത്തിപ്പോൾ എത്ര ഭാഷയിൽ വന്നു, എത്ര ഭാഗം വന്നു എന്നതുപോലെ തന്നെ അതിനൊരു പാരലായിക്കൊണ്ട് ഈ തുടരും ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ പോവുക, സിനിമ കാണുക, ആസ്വദിക്കുക.